കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പാലക്കാട് ജില്ലയിലെ കലാഗ്രാമമായ വെള്ളിനേഴിയിൽ കിഴക്കേക്കര തറവാട്ടിൽ രാമൻകുട്ടി തരകന്റെയും അമ്മുക്കുട്ടി അമ്മയുടെയും 5 മക്കളിൽ നാലാമനായി 1971 ഓഗസ്റ്റ് 30 ജനിച്ചു. കുറ്റാനശ്ശേരി AUP സ്കൂളിലും വെള്ളിനേഴി ഹൈസ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യുന്നതിനോടൊപ്പം കലാമണ്ഡലം ഗോപാലകൃഷ്ണനിൽ നിന്നും കഥകളി അഭ്യസിച്ചു തുടങ്ങി. തുടർന്ന് കേരള കലാമണ്ഡലത്തിൽ കഥകളി വേഷം വിദ്യാർത്ഥിയായി. കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ആശാന്റെ കളരിയിൽ കുട്ടിത്തരങ്ങൾ ഉറച്ച ബാലസുബ്രഹ്മണ്യൻ തുടർന്ന് കലാമണ്ഡലം വാസു പിഷാരടി ആശാന്റെ കളരിയിൽ തുടർച്ചയായ അഭ്യസനത്തിലൂടെ ആദ്യാവസാന വേഷങ്ങളെല്ലാം സ്വായത്തമാക്കി. കലാമണ്ഡലത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി 1992 തിരുവനന്തപുരം മാർഗിയിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. നളൻ, ബാഹുകൻ, കർണൻ, ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ, രുക്മാംഗദൻ, കജൻ തുടങ്ങിയ പച്ചവേഷങ്ങൾ, രാവണൻ, ദുര്യോധനൻ, നരകാസുരൻ തുടങ്ങിയ കത്തിവേഷങ്ങൾ, പരശുരാമൻ, സന്താനഗോപാലം ബ്രാഹ്മണൻ, സുദേവൻ തുടങ്ങിയ മിനുക്കുവേഷങ്ങൾ, വെള്ളത്താടിയിൽ ഹനുമാൻ, ചുവന്ന താടിയിൽ ജരാസന്ധൻ, ബാലി, കിരാതത്തിലെയും നളചരിതത്തിലെയും കാട്ടാളവേഷങ്ങൾ എന്നിങ്ങനെയുള്ള കഥകളിയിലെ നായക പ്രതിനായക കഥാപാത്രങ്ങളെ തനതായ രീതിയിൽ ആടിഫലിപ്പിച്ച് ആസ്വാദക പ്രശംസ നേടിയിട്ടുണ്ട്. കലാഭ്യസനത്തിനായി 2000 കഴക്കൂട്ടം കേന്ദ്രമായി അർജുന എന്ന നൃത്തവാദ്യ സംഗീത വിദ്യാലയം സ്ഥാപിച്ചു. ഈ സ്ഥാപനത്തിലൂടെ കഴക്കൂട്ടത്തും പരിസരങ്ങളിലുമുള്ളവർക്ക് കലകൾ അഭ്യസിക്കാൻ മാത്രമല്ല അവയുടെ ആസ്വാദനത്തിനുമുള്ള സൗകര്യമൊരുക്കി വിപുലമായ ഒരു സാംസ്കാരിക മണ്ഡലം രൂപപ്പെടുത്തുന്നതിൽ നെടുനായകത്വം വഹിച്ചു. തികച്ചും നൂതനമായ ഒരന്വേഷണത്തിന് നാന്ദി കുറിക്കുന്ന ധീരോദാത്തം പരിപാടിയിലൂടെ തന്റെ അരങ്ങ് ജീവിതത്തിലെ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ. ഓപ്പൺ ഹാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പമുള്ള അതിഥി കഥകളി രംഗത്തെ അതികായനായ ഒരു പ്രതിഭയാണ്. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ. മാർഗിയിലെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹം. കഴക്കൂട്ടത്ത് അർജുനയുടെ കീഴിൽ ധീരോദാത്തം എന്ന പേരിലൊരു മഹത്തായ കഥകളി കലാപരിപാടി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. എന്താണ് ഈ പ്രോഗ്രാം എന്നും എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്നും എല്ലാം നമുക്കറിയാം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ അർജുന ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അതിശയമാണ് തോന്നുന്നത്. കാരണം കഥകളി ഈ കാലത്ത് ഒരുപാട് നമ്മുടെ കലാരൂപങ്ങളൊക്കെ ഒരുപാട് മാറി, ആൾക്കാരൊക്കെ ഈ കലയിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോകുന്നൊരു സമയം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ധീരോദാത്തം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. എന്താണ് ഈ പ്രോഗ്രാം? എൻ്റെ കഥകളിയിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം വെച്ച് നടക്കുന്ന ഒരു ഏപ്രിലിൽ തുടങ്ങി ഒക്ടോബറിൽ തീരുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ അവസാനം വീരശൃംഖല നൽകുന്നു എന്നുള്ളതാണ് പ്രധാനം. വീരശൃംഖല നൽകൽ ഈ തെക്കൻ കേരളത്തിൽ വളരെ വിരളമായി മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ്. മധ്യ കേരളത്തിലൊക്കെ ധാരാളം ഉള്ളതാണ്. അപ്പോൾ കലാമണ്ഡലത്തിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു. വെള്ളിനേഴി, പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ജനിച്ചു. കലാമണ്ഡലത്തിൽ പഠിച്ചു കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു. മാർഗി എന്നുള്ള തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായ കഥകളി സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടുത്തെ പ്രധാന അധ്യാപകനാണ് വേഷത്തിൻ്റെ. അപ്പോൾ ഞാൻ ഒഴിവ് സമയങ്ങളിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സമയം കഴിക്കാനായി അർജുന ഒരു 23 കൊല്ലം മുമ്പ് തുടങ്ങിയത് ഞാനായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ മകൻ്റെ കീഴിലാണ് അർജുനയുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതിനൊരു 30 അംഗ കമ്മിറ്റിയുണ്ട്. അത് മാത്രമല്ല, അർജുനയ്ക്ക് സ്വന്തമായി ഒരു ഹാള് എല്ലാം റെഡിയായപ്പോൾ കഥകളി അരങ്ങുകൾ എല്ലാ മാസവും നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കഥകളി അരങ്ങുകൾ തുടങ്ങി. അവിടെ പ്രധാനമായിട്ട് നടത്തിയത് ഈ മാറ്റി നിർത്തപ്പെടുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുന്ന കലാകാരന്മാർക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്രമേണ വന്നപ്പോൾ എൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ, കഥകളിയിലെ പ്രധാന കഥാപാത്രങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മേള നടത്തണം എന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി അർജുനയുള്ള ആൾക്കാർ മാത്രമല്ല, പുറമേയുള്ള ധാരാളം പേരുണ്ട്. ഡോക്ടർ KR രാജീവ് ഉൾപ്പെടെ ഉള്ള നിരവധി പേരുണ്ട്. അവർ ഒരാശയമാണ് അത് ധീരോദാത്തം എന്ന മഹത്തായ പേരിലേക്ക് എത്തപ്പെട്ടത്. ഇത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് ഈ 1 വർഷം, അതായത് ഓരോ ദിവസങ്ങളിൽ പ്രത്യേക ഒരു മാസങ്ങളിൽ ഇന്ന ദിവസം, അങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു ക്രമീകരണം നടത്തിയതും ഇതെങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? 8 പരിപാടിയാണ് ആകെ ഉള്ളത്. അത് ഏപ്രിൽ തുടങ്ങി ഒക്ടോബറിൽ തീരുമ്പോൾ 8 പരിപാടികളേ ഉള്ളൂ. ഒക്ടോബറിൽ 2 ദിവസമുണ്ട്. അപ്പോൾ ഒരു മാസത്തെ ഒരു പരിപാടിയിൽ ഒരു വിഷയം വെച്ച് അതിൻ്റെ സെമിനാർ നടത്തി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നിരൂപകർ, ആസ്വാദകർ, എല്ലാ കലാകാരന്മാർ 500 പേരെ കലാകാരന്മാർ തന്നെ ഈ 8 ദിവസമായിട്ട് വരുന്നുണ്ട്. അതുപോലെ വിശേഷപ്പെട്ട എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് സെമിനാർ, അത് കഴിഞ്ഞാൽ അന്നത്തെ നടത്തുന്ന കഥയുടെ ചൊല്ലിയാട്ട അവതരണം എന്ന് വെച്ചാൽ കഥകൾ ഈ കളരികളിൽ പഠിക്കുന്ന രീതികൾ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിനുശേഷം
ഏറ്റവും ചിട്ടപ്രധാനമായ കഥകളെടുത്ത് അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. അങ്ങനെ മാസത്തിൽ ഒരെണ്ണം ഇതാണ് നടത്തുന്നത്. ഇപ്പോൾ 4ാമത്തെ മാസമായി, ഇന്ന് കൃമിരോധം നടക്കുകയാണ്. ഇതിൽ ഈ കഥകളെല്ലാം ഇവിടെ അവതരിപ്പിക്കുന്ന മിക്ക കഥകളും അരങ്ങളിൽ നിരന്തരമായി കാണുന്നതല്ല, പക്ഷെ കളരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോട്ടയം കഥകൾ എന്നൊരു ഭാഷയുണ്ടോ കഥകളിയിൽ. കോട്ടയത്ത് തമ്പുരാൻ എഴുതിയ 4 കഥകളാണ് ചിട്ടപ്രധാനമായിട്ടുള്ളത്. അതിലെ 3 കഥകൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഞാനൊരു കഥകളിക്കാരനാണ്, കൂടാതെ ഒരു ഭരതനാട്യ നർത്തകനുമാണ്. അപ്പോൾ ഇങ്ങനൊരു വലിയൊരു പുരസ്കാരം അച്ഛന് ലഭിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാര്യം വീരശൃംഖല എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരിൽ നിന്നും പ്രശസ്തരായ കലാകാരന്മാർക്ക് പട്ടും വളയും കിട്ടുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ അച്ഛൻ്റെ ശിഷ്യന്മാരും കലാ ആസ്വാദകരും എല്ലാവരും ചേർന്ന് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് മകൻ എന്നുള്ള രീതിയിലും ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിലും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ തെക്കൻ നാട്ടിൽ വിരളമായിട്ട് കണ്ടുവരുന്നൊരു ഇതാണ് നമ്മുടെ ഈ വീരശൃംഖല എന്ന് പറയുന്നൊരു പുരസ്കാരം. മാത്രമല്ല ഈ വടക്കോട്ട് മാത്രം കണ്ടുവരുന്നൊരു പ്രവണതയാണ് 2 ദിവസത്തെ പരിപാടിയിൽ കലാകാരന് ഈ പുരസ്കാരം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കഥകളി ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഈ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഞാനൊരു ശിഷ്യൻ എന്നുള്ള രീതിയിലും മകൻ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇത് ആസ്വദിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് സപ്പോർട്ടായിട്ട് RCC പോലുള്ള വലിയ വലിയ ഹോസ്പിറ്റാലിറ്റിയിലെ പ്രമുഖരായിട്ടുള്ള ഡോക്ടേഴ്സും ബാങ്ക് മാനേജേഴ്സും എല്ലാവരുമാണ് നമ്മുടെ ഈ പരിപാടിയുടെ നടത്തിപ്പുകാർ. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് 4ാമത്തെ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. ഇനിയും നമുക്ക് 4 പരിപാടികൾ നടത്തണം. അപ്പോൾ സാമ്പത്തികപരമായിട്ട് ഭയങ്കര രീതിയിൽ ഒരു ചിലവുള്ളൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും പരിശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് കഥകളി എന്നുള്ളൊരു കലാരൂപം ജനകീയമാക്കണം. മാത്രമല്ല ഈ അർജുന എന്നൊരു സ്ഥാപനം ഒരു അർജുന ഫെസ്റ്റിവൽ പോലുള്ള ഈ നിശാഗന്ധി ഫെസ്റ്റിവൽ തുടങ്ങിയ ഫെസ്റ്റിവൽ പോലുള്ള ഒരു ഫെസ്റ്റിവലാക്കി അർജുന ഫെസ്റ്റിവൽ മാറ്റണം, അല്ലെങ്കിൽ അർജുന ഫെസ്റ്റിവൽ നടത്തണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കരുണ കൊണ്ട് നമുക്ക് ഈ 4ാമത്തെ പരിപാടി നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ബാക്കി പരിപാടികൾ ഇങ്ങനെ നടത്തണം എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. അപ്പം ഞാൻ അങ്ങ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചോദിക്കേണ്ട എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ കഥകളി ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഥകളി ക്ഷേത്രങ്ങളിൽ കഥകളി നടക്കുന്നു പറയുമ്പം ആ ഓഡിയൻസ് വളരെ കുറവായിരിക്കും. അതായത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം കാണാൻ വരുന്ന, അല്ലെങ്കിൽ പഴയ കാലത്തെ കുറേ ആൾക്കാർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു കലാരൂപമാണ് ഈ കഥകളി എന്ന് പരക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പലർക്കും ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. ഈ കാലഘട്ടം മാറിയതിനനുസരിച്ച് ഇത് കുറച്ചുകൂടെ ആസ്വാദകരിലേക്ക് കുറച്ചുകൂടെ കൂടുതൽ എത്തുന്ന രീതിയിൽ, അവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കഥകളി മാറേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ അതിന് ചെയ്യുന്നത്, ഇപ്പോൾ സാങ്കേതിക വശങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും, മിക്ക സ്ഥലങ്ങളിലും, അതിന് സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം സ്ക്രീൻ വെച്ച് അതിൻ്റെ ഓരോ ഇത് കളിക്കുന്ന എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് അതും കൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ധീരോധത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ സ്ക്രിപ്റ്റ്, ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് കൃത്യമായി. പക്ഷേ അതിൻ്റെ പ്രശ്നമുള്ളത്, ഇത് ആദ്യമേ അത് തയ്യാറാക്കി കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇത് നാടകം പോലെ അല്ലെങ്കിൽ ബാലെ പോലെയോ റിഹേഴ്സൽ നടത്തി അത്രമാത്രം ക്രമപ്പെടുത്തി കൊണ്ടുവരുന്നതല്ല. നടൻ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന സംഗതികൾ യഥാസമയത്ത് അപ്പം മാത്രം ശൈലി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യാനിരിക്കുന്ന ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൃത്യമായി നടനേക്കാളിലും മേലെ നിന്ന് ചിന്തിച്ചാലേ അവർക്ക് മനസ്സിലാക്കി ആ സമയത്ത് ചെയ്യാൻ പറ്റും. ശ്രീ മനോജ് കൃഷ്ണനെ പോലുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. അവരൊക്കെ പണ്ഡിതന്മാരുടെ അഗ്രഗണ്യന്മാരാണ്. അതെ അതെ. അർച്ചനയുടെ പ്രവർത്തനങ്ങൾക്ക്
ഇന്നുവരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായി നാട്ടിൽ നിന്ന് വളരെ നല്ല കഴക്കൂട്ട മേഖലയിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളാണ് നടത്തി വരുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ അർജുനയ്ക്ക് സ്വന്തമായ ഒരിടം കഴക്കൂട്ടത്ത് കണ്ടെത്തുവാനും കലാപരമായ ആക്ടിവിറ്റികൾക്കും മറ്റും അർജുന് തന്നെ സ്വന്തമായി അതിന് വേണ്ടുന്ന കളിക്കോപ്പുകളും സ്വന്തമായ ഓഡിറ്റോറിയവും സ്റ്റേജും മറ്റു സംഗതികളെല്ലാം തന്നെ സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നടന്നു വരുന്ന കാലഘട്ടത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള കലകളുടെ അതിപ്രസരത്താൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തനതായ കലകളെ പുനരധിവസിപ്പിക്കുന്നതിനും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടി അർജുന തുടങ്ങിവെച്ച പുതിയ ഒരു ആശയമാണ് കലാസ്വാദനക്കളരി. ഇത്തരമൊരു കലാസ്വാദനക്കളരി നടത്തിയപ്പോൾ ഇതിനോടകം തന്നെ 23 കലാസ്വാദനക്കളരി ഓരോ മാസവും നടത്തുന്നതിൻ്റെ ഭാഗമായി 23 കലാസ്വാദനക്കളരി ഇതിനോടകം നടത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടനേകം കലാകാരന്മാർ അതിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഒരു നല്ല രീതിയിലുള്ള കലാ ആസ്വാദക വൃന്ദം അർജുനയ്ക്ക് സമ്പാദ്യമായി ഉണ്ടാകുകയും അവരുടെയൊക്കെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അർജുനയും ഈ കലാസ്വാദക ഗ്രൂപ്പും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ധീരോദാത്തം എന്നൊരു പ്രോഗ്രാം നടത്തപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം കലാപ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്ന മാർഗി ബാലസുബ്രഹ്മണ്യനെ അദ്ദേഹത്തിൻ്റെ മികവുറ്റ കഥകളിയിൽ അദ്ദേഹത്തിൻ്റെ മികവുറ്റ കഥാപാത്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഏപ്രിൽ മാസത്തിൽ തുടങ്ങി 2024 ഒക്ടോബറിൽ അവസാനിക്കുന്ന തരത്തിൽ ഒരു പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ ചെയ്യിപ്പിക്കുകയും ഒക്ടോബർ മാസം അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ വീരശൃംഖല നൽകി ആദരിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ 24 വർഷക്കാലമായിട്ട് കഴക്കൂട്ടത്തിൻ്റെ കലാഭൂമികയിൽ സ്വന്തമായ ഒരു സ്ഥാനം കണ്ടെത്തിയ പ്രവർത്തന മികവിലൂടെ കടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് കഴക്കൂട്ടം അർജുന. വിവിധ കലകൾ ഈ സ്ഥാപനത്തിൽ പരിശീലിപ്പിക്കുന്നുണ്ട്. 1000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് ഈ സ്ഥാപനം ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പരിശീലിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പരിശീലിക്കുന്ന കലാരൂപങ്ങൾ അത് അവതരിപ്പിക്കാനുള്ള അരങ്ങ് പരിചയം കൂടി ഉൾപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ പരിശീലന കളരി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലയളവിനിടയിൽ തന്നെ ഒട്ടേറെ കലാപ്രതിഭകൾക്ക് ജന്മം നൽകുവാൻ കഴക്കൂട്ടം അർജുനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ദേശീയ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അർജുനയുടെ കലാകാരന്മാരും കലാകാരികളും ആർജിച്ചിട്ടുണ്ട്. നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കലാമത്സരങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുകയും വിജയികളാകുകയും ചെയ്തിട്ടുണ്ട്. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ ചിട്ടയായ ഒരു പരിശീലന പരമ്പരയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പരിശീലനത്തിൻ്റെ എല്ലാം തന്നെ ഗുണം ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ലഭ്യമാകത്തക്ക രീതിയിലാണ് കളരി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അരങ്ങ് പരിചയത്തിന് വേണ്ടിയുള്ള വേദികൾ, ഒട്ടനവധി വേദികൾ ഓരോ വർഷവും ഒരുക്കുന്നുണ്ട്. വാസ്തവത്തിൽ നിരവധി കഥകളിക്കാരുമായിട്ട് പരിചയമുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കി നിർത്തിയത് എന്താണ് എന്നതാണ് എന്നിലെ കഥകളി എന്ന വിദ്യാർത്ഥിയെയും അല്ലെങ്കിൽ കഥകളി സുഹൃത്തിനെയും അദ്ദേഹത്തിനോട് അടുപ്പിച്ചത്. ഒരു നല്ല കഥകളി നടൻ എന്നതിലുപരി എന്താണ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അതിൽ ഏറ്റവും എനിക്ക് ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യം, അദ്ദേഹം സ്വന്തമായി ഒരു സ്ഥാപനം, അർജുന എന്ന പേരിൽ സ്വന്തമായി ഒരു കഥകളി സ്ഥാപനം തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടാക്കി നിരവധി വിദ്യാർത്ഥികളെ കഥകളിയും മറ്റിതര ശാസ്ത്രീയ കലകളും അഭ്യസിപ്പിച്ചു വരുന്നതിൽ വളരെയധികം നിഷ്കർഷയോടുകൂടി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സാധാരണ കഥകളി നടനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളൊരു കാര്യം അല്ല അത്.
പലർക്കും തുടങ്ങാനായിട്ട് സാധിക്കും. പക്ഷേ അതിനെ നിലനിർത്തി പോരും ഏകദേശം എൻ്റെ അറിവിൽ 20 വർഷത്തിലേറെ കാലമായി വളരെ നല്ല രീതിയിൽ അത് നടത്തി വരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം മുടങ്ങാതെ എല്ലാ മാസവും തിരുവനന്തപുരത്ത് അദ്ദേഹം സ്വന്തമായി ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ കഥകളി അരങ്ങ് എല്ലാ മാസവും മുടങ്ങാതെ നടത്താൻ, കഥകളിയും മറ്റു ശാസ്ത്രീയ കലകളും നടത്താനായിട്ട് ഒരു അരങ്ങ് ഉണ്ടാക്കുകയും ഒരു ഓഡിറ്റോറിയം അതിനുവേണ്ടി പണിയുകയും അദ്ദേഹത്തിൻ്റെ ഭവനത്തോടു കൂടി ചേർന്ന് ചെയ്യുകയും മാത്രമല്ല ഒരു വലിയ മുഴുനീള രാത്രി കഥകളി ഉൾപ്പെടെ നടത്തുവാനുള്ള എല്ലാ കഥകളി കോപ്പുകളും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുവാനും ഒരു കഥകളി നടന് സാധിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതിന് അദ്ദേഹത്തിനെ വരുന്നത് അദ്ദേഹത്തിലെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളാണ്. ഏറ്റവും അധികം അതിൽ പ്രശംസനീയമായിട്ടുള്ളത് എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ, കൂട്ടാളികളെ, കഥകളി രംഗത്തുള്ള എല്ലാ കൂട്ടാളികളെയും വിളിച്ച് ഈ മാസ കഥകളികളിൽ പങ്കെടുപ്പിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം എനിക്ക് സന്തോഷം തന്ന ഒരു കാര്യമാണ്. സുബ്രഹ്മണ്യനുമായിട്ടുള്ള എൻ്റെ പരിചയം വളരെ വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിക്കുന്നതാണ്. കലാമണ്ഡലം വാസുപിഷാരടി ആശാൻ്റെ കീഴിൽ, ഗുരു കലാമണ്ഡലം വാസുപിഷാരടി ആശാൻ്റെ കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലിയാടുന്ന കാലത്ത് ഞങ്ങൾ ഒരേ റൂമിൽ തന്നെ താമസിച്ച് ആ രീതിയിൽ ആരംഭിച്ചതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദ ബന്ധം. അന്ന് ചൊല്ലിയാടുന്ന കാലത്ത് കളരിയിലെ വളരെ നല്ല വിദ്യാർത്ഥിയായിരുന്നു സുബ്രഹ്മണ്യൻ. കാരണം വളരെ സൂക്ഷ്മമായി പഠിക്കും. ഞങ്ങൾ പഠനം കഴിഞ്ഞാൽ വൈകുന്നേരവും മറ്റും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു പഠനകാലം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ആ കാലം മുതൽ ധാരാളം പ്രവർത്തനങ്ങൾ, കഥകളിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഈ അർജുന എന്ന ഈ വിദ്യാലയം വളരെ ഉയർച്ചയിലേക്ക് എത്തി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. തുടർന്നും സുബ്രഹ്മണ്യനും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അർജുനനും അതേപോലെ ഈ അർജുന എന്ന വിദ്യാലയത്തിനും എല്ലാ വിധത്തിലുള്ള ഉത്കർഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഈ ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഈ വേദികളിൽ അല്ലെങ്കിൽ ഈ അരങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള അങ്ങയുടെ? ഞാൻ പച്ച കത്തി വേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതിലെനിക്ക് വീരരസവും ശോകരസവുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഭാവങ്ങൾ. അതിലിന്ന് ശോകരസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനീലം ധർമ്മപുത്രമാണ് ഇന്ന് ചെയ്യുന്നത്. എനിക്ക് ഒന്ന് ഭാവം ഒന്ന് മുഖത്ത് വരുത്തിച്ച് കാണിക്കാമോ? നവരസങ്ങളാണോ ഉദ്ദേശിച്ചത്? അല്ല, അങ്ങിപ്പം അങ്ങയുടെ പ്രിയപ്പെട്ട രണ്ട് ഭാവങ്ങൾ. ഒന്ന് ശോകം സായിയാണ്. ഇത് ശോകത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഈ മറ്റ് നാടകം പോലെയൊന്നും കഥകളി കാണരുത്. കാരണം കഥകളിയുടെ അഭിനയ സങ്കേതങ്ങൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ കലകളുടെ അഭിനയ സങ്കേതങ്ങൾ മറ്റൊരു ലെവലാണ്. കാരണം ചുണ്ടിൻ്റെ ഈ വശം താഴ്ത്തി അവിടെ ഇളക്കി കണ്ണിന് ജീവൻ കൊടുക്കാതിരിക്കുക എന്നൊക്കെ ഇതിൻ്റെ അടിസ്ഥാനം. എന്നാൽ നമുക്ക് നാടകത്തിലൊന്നും ഇങ്ങനെ കരഞ്ഞാലൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവർക്ക് വേറെ നോർമലായിട്ടുള്ള സംഗതിയെ പറ്റും. ഒരു വീരമാണെങ്കിൽ നമുക്ക് കണ്ണൊക്കെ തുറന്നു പിടിച്ച് ശരീരം കുറച്ചുകൂടെ പുറകിലേക്ക് പിടിച്ച് ഇങ്ങനെ നിന്നാലേ വീരം. അപ്പോൾ രാജകന്മാരുടെയൊക്കെ ഭാവത്തിൽ വരുന്നതാണ്. വീരമാവണം, അങ്ങനെ ആവണം. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് മറ്റു നാടകത്തിലൊന്നും അഭിനയിച്ചാൽ പറ്റില്ല. അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് കാണിച്ച ഈ രണ്ട് ഭാവങ്ങളും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാവങ്ങളാണ്. ഒരുപക്ഷെ നാടകത്തിലൊക്കെ ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അതിനെ തള്ളുന്ന സാധനങ്ങൾ. പക്ഷേ ഇത് രണ്ടും കഥകളിയിൽ, നമ്മുടെ കഥകളി എന്ന് വെച്ചാൽ അമാനുഷികത്വമുള്ള സംഗതികളാണ്. കോസ്റ്റ്യൂംസ് ആയാലും മേക്കപ്പ് ആയാലും ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ചിന്തിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യ കഥാപാത്രത്തെ ഇങ്ങനെ ഇതൊക്കെ വെച്ച് പച്ചയൊക്കെ തെച്ച് നടക്കാൻ പറ്റില്ല. നമ്മുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഒരു അമാനുഷികത്തുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അഭിനയ സങ്കേതങ്ങളും അങ്ങനെ ആയാലേ ഒക്കെ ഉള്ളൂ. നമ്മുടെ സംസാര ശൈലിയും നമ്മുടെ ഈ 20 വിരലിലൂടെ 10 വിരലിലൂടെയാണ് നമുക്ക് നടക്കുന്നത്. നമുക്ക് നല്ല പറ്റുള്ളൂ. കാരണം മുദ്രകളിലൂടെയാണ് ഞങ്ങളുടെ ഓരോ ഇപ്പം
നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ കാര്യം പോലും എതിർവശത്ത് നിൽക്കുന്ന മറ്റൊരു നടനാണെങ്കിൽ ഞങ്ങൾക്ക് വാ തുറക്കാതെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പം നിങ്ങൾ രണ്ട് നടന്മാർക്ക് തമ്മിൽ ആരെങ്കിലും രണ്ട് നടന്മാർക്ക് മനസ്സിലാവുന്ന അതേ ലളിതമായി കാണുന്നവർക്ക് ഒരു മനസ്സിലാവേണ്ട ഒരു സമയമായിട്ടില്ല. ഇത് മുൻകാലങ്ങളിൽ അതുണ്ടായിരുന്നു, ഒരു ഇടക്കാലത്തായിട്ട് അതിന് കുറച്ച് കുറവ് വരുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ ഇതിനെ പോഷിപ്പിക്കാനായിട്ട് ക്ലബ്ബുകളുണ്ട്, സംഘടനകളുണ്ട്. നമ്മൾ തന്നെ മാസത്തിൽ ഒരു പരിപാടി വയ്ക്കുന്നതിനാണ്. അതിൻ്റെ തൊട്ടുമ്പേ ചൊല്ലിയാട്ടങ്ങൾ വയ്ക്കും, എന്താണത് ചെയ്യുന്നത്. ഇപ്പം ചില മുദ്രകൾ എളുപ്പം മനസ്സിലാവും. ഇപ്പോൾ ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചാൽ ഇത് ആർക്കും കഥകളി പഠിക്കുകയൊന്നും വേണ്ട, ഇതൊരു താമരപ്പൂവാണെന്ന് മനസ്സിലാവും. പക്ഷേ ഇങ്ങനൊരു മുദ്ര കാണിച്ചാൽ ഇത് അച്ഛനാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ അതിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കഥകളിക്ക് ശോഷണമല്ല, ഇന്ന് ഉയർച്ച തന്നെയാണ്. അങ്ങ് മാർഗിയിലെ അധ്യാപകനാണ്, പ്രധാന അധ്യാപകനാണെന്ന് പറയുന്നത്. അപ്പോൾ മാർഗിയിലൊക്കെ ഇപ്പോൾ ഉള്ള പുതിയ ബാച്ചിലെ പിള്ളേരൊക്കെ വരുന്നത് അവരുടെ ആ ഒരു ആരെങ്കിലും നിർബന്ധിച്ച് അവരെ പറഞ്ഞു വിടുന്നതാണോ അതോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതാണോ? ഇന്നത്തെ കാലഘട്ടത്തിലെ കലോത്സവം ഇതിനൊരു അതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എടുത്ത് ചോദിക്കാനുള്ള കാരണം അതാണ്. കലോത്സവത്തിന് നല്ല മിടുക്കരായ കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ തന്നെ പഠിപ്പിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർ ആ കലോത്സവത്തിന് വിന്നർമാരായ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ആ കഴിഞ്ഞാൽ അവരത് മതിയായി. അതാണ് അതുകൊണ്ടാണ് അതിൻ്റെ. പിന്നെ ഇതിലേക്ക് വരുന്ന ഒരു 100 കുട്ടി പഠിക്കാൻ വന്നാൽ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഒരല്പമെങ്കിലും തുറന്നു പോകാൻ താല്പര്യം കാണിക്കുന്നത്. ഞാൻ ഒരു കോൺട്രവേഴ്സ്യൽ കാര്യം ഞാൻ ചുമ്മാ ചോദിക്കാൻ അങ്ങയുടെ കാരണം അങ്ങയുടെ ഒപ്പീനിയൻ കൂടി എനിക്ക് അതിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ അടുത്ത സമയത്ത് ഒരു കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് നിറം ഈ കലയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നിറമുള്ളവരാണ് ഈ കലാകാരന്മാരായി വരേണ്ടത് എന്നൊരു കാര്യം പറയുകയുണ്ടായി. അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? എൻ്റെ ഫീൽഡ് കഥകളിയാണ്. കഥകളിയിൽ നിറം ഒരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ ശരീരഭാഗങ്ങളൊന്നും കാര്യമായിട്ട് പുറത്ത് കാണില്ല എന്നുള്ളൊരു പ്രധാനമാണ്. മറ്റൊന്ന്, കറുത്ത ശരീരത്തിൽ മനയോല എന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം തേച്ചാൽ വെളുത്ത ശരീരത്തെക്കാളും ഗ്ലേസിങ് കൂടുകയാണ് കറുത്ത ശരീരത്തിൽ. അപ്പോൾ കറുത്തവർക്ക് പ്രയോറിറ്റി കൂടും ഞങ്ങൾ. പിന്നെ മുൻപറഞ്ഞ കലാകാരി അതിൻ്റെ സീനിയറായിട്ട് പ്രവർത്തിക്കുന്ന അവർ പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ശൈലികളാണ്, ആരെയും ഉദ്ദേശിക്കരുതായിരുന്നു, ശൈലികളാണ് കുഴപ്പം ചെയ്തത്. കാരണം നമ്മളിപ്പോൾ പല സ്ഥലത്ത് ചെന്നാലും ഒരു വിഭാഗം ആൾക്കാർ മാറ്റി നിർത്തപ്പെടുക, അല്ലെങ്കിൽ വിപണിയിൽ ധാരാളം ക്രീമുകൾ ഉണ്ടാവുന്നത് കറക്കാൻ വേണ്ടി ഒരു ക്രീം എവിടെയും കണ്ടിട്ടില്ലല്ലോ, വെളുക്കാനുള്ള ക്രീമുകൾ തന്നെയാണ്. പക്ഷേ നിറം അല്ല പ്രശ്നം, ഒരാളുടെ കാഴ്ചയാണ് പ്രശ്നം. നമ്മളൊരു സംഗതി കാണുമ്പോൾ നമ്മുടെ നിലപാട് മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പോഴേ ഇത് ശരിയാവുള്ളൂ, അല്ലാതെ മറ്റൊരാളുടെ കാര്യത്തിലല്ല. ഞാൻ നിറം മാത്രമല്ല ഉദ്ദേശിച്ചത്, നിറം, ജാതി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം കഥകളി പോലുള്ളത് ഉന്നത കുലത്തിൽ മാത്രം ഉള്ള ആൾക്കാർ പഠിച്ചിരുന്നതും കണ്ടിരുന്നതും. പക്ഷേ ഇന്ന് അതൊന്നല്ല. ഇന്ന് എല്ലാ വിഭാഗക്കാർക്കും ഇത് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവർ പഠിച്ചാൽ അവർക്ക് അവസരങ്ങളുണ്ട്. അവരിപ്പോൾ ഒരു നിറവ്യത്യാസമുള്ളവനാണെന്നോ അവനൊരു ജാതി കുറഞ്ഞാണെന്നോ വിചാരിച്ച് മാറ്റി നിർത്തുന്ന ഒരു സ്ഥലങ്ങളും ഇല്ല. അതുണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് നടത്താൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കലാകാരന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ഈ വീരശൃംഖല എന്ന് പറയുന്ന ഒരു പുരസ്കാരം അങ്ങേ തേടിയെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീരശൃംഖല എന്ന് പറയുന്ന പുരസ്കാരം തെക്കൻ കേരളത്തിലേക്ക് ഏറെ വൈകിയാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ ഭരണകാലത്ത് പട്ടും വളയും കൊടുക്കുക എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. പട്ടും വളയും. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് വീരശൃംഖല. അതും ഒരു പ്രത്യേക തരത്തിൽ സ്വർണത്തിൽ ഉണ്ടാക്കി. ഇതിൻ്റെ ഏറ്റവും അതിൻ്റെ പ്രാചീന കാലത്ത് 40 ഗ്രാം സ്വർണത്തിൽ പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്ത്, അതിന് പ്രത്യേകം നമ്മൾ പറയുന്ന ഡിസൈനല്ല. വീരശൃംഖലയ്ക്ക് അതിൻ്റേതായുള്ള പവിത്രതയും അതിൻ്റേതായുള്ള ഡിസൈനുണ്ട്. അത് കയ്യിലണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവിത്രമായി തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോ സെക്കൻഡിലുള്ള പ്രവൃത്തികൾ. അങ്ങനെയുള്ളൊരു സംഗതിയാണ്. ഇത് മധ്യ കേരളത്തിലൊക്കെ ധാരാളമുണ്ട്. പിന്നെ ഇത് ലഭിക്കുന്നത് ഒരു പ്രത്യേകം ഇതിനല്ല, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സമയം ചെലവഴിക്കണം, സാമ്പത്തികം ഉണ്ടാക്കണം. അതായത് ഇത് അങ്ങേക്ക് മാത്രം വരുന്ന ഒരു പുരസ്കാരമല്ല, ഇത് അങ്ങേക്കൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ചേർന്ന് കിട്ടുന്ന ഒരു പുരസ്കാരമാണ്. ഞാനിത് ഇപ്പോൾ എൻ്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ എനിക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാനിത് എല്ലാവർക്കും വേണ്ടി, എൻ്റെ മാർഗിക്ക്, എൻ്റെ കുടുംബത്തിന്, ഞാൻ പഠിച്ച കലാമണ്ഡലത്തിന്, ഇന്ന് അർജുനയിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ധീരോദാത്തം തീർന്നു കഴിഞ്ഞാൽ, അത് ഈ ഒക്ടോബറിൽ അത് തീരുകയാണ്. അപ്പോൾ ഒക്ടോബറിൽ തീർന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള അങ്ങയുടെ ആ അടുത്ത ഈ കഥകളിയുമായി ബന്ധപ്പെട്ട അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഞാൻ മാർഗിയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. മാർഗിയിലെ പ്രധാന അധ്യാപകനാണ് ഞാൻ. എന്തായാലും അതിൻ്റേതായുള്ള ഏറ്റക്കുറച്ചിലുണ്ടാവാതെ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ട്. അർജുനയുടെ ലക്ഷ്യങ്ങൾ അവർ പറയുന്നത്
അർജുനയുടെ ഭരണസമിതിയും ധീരോദത്തിൻ്റെ ഭരണസമിതിയും ചെയ്യുന്ന ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇല്ല, ഇത് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ്റെ ഈ യാത്രകളിലൂടെ ഇവിടെ ഒക്ടോബറിൽ തീരുകയാണെങ്കിലും ധീരോദത്തം ഇവിടെ തീരുന്നില്ല. ക്രമേണ അതിന് അടുത്തൊരു മുഖങ്ങളിലൂടെ പിന്നെയും ഉണ്ടാവും എന്ന് തന്നെയാണ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അർജുനയിൽ ഭരതനാട്യം നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. അതിലുപരി ഈ മഹത്തായ ധീരോദാത്തം എന്ന പരിപാടിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും കൂടെയാണ്. ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഈ പരിപാടി എന്നെ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നു, എൻ്റെ മേഖലയിൽ എന്നെ എത്രമാത്രം എന്നെ സഹായിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ. ഞാൻ പണ്ടൊക്കെ കഥകളി അധികം കാണുന്നൊരു വ്യക്തിയായിരുന്നില്ല. അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കാണാറുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്രയൊന്നും മനസ്സിലാവാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വിദ്യാർത്ഥിനി, ഒരു ഭരതനാട്യം വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഈ പരിപാടി എന്നിൽ കൊണ്ടുവരുന്ന ആ ഒരു അറിവിൻ്റെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയുടെ ഒരു ഫോർമാറ്റാണ്. ആദ്യമായി തന്നെ വളരെയധികം മുന്നിൽ നിൽക്കുന്ന വളരെ വിശിഷ്ട വ്യക്തികളുടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ വിജ്ഞാനപ്രദമായ സെമിനാർ. അതിന് എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും ടേക്ക് അവേ ഉണ്ട്. അത് കൂടാതെ അതിനുശേഷം നടക്കുന്ന ചൊല്ലിയാട്ടം, അന്നേ ദിവസം നടക്കുന്ന കഥകളി കഥയുടെ ചൊല്ലിയാട്ടം, അതിനുശേഷം കഥകളി നടക്കുന്ന സമയത്ത് അതേസമയം ഡിസ്പ്ലേയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കഥകളിയുടെ വിവരണം, അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ എന്നെ എത്രമാത്രം സഹായിക്കുന്നു എന്നുള്ളത്. ഓരോ മുദ്രകളും അതിൻ്റെ പല രീതിയിലുള്ള അഭിനയങ്ങളും എങ്ങനെ കാണിക്കാം, എത്രയൊക്കെ സമയമാണ്, ആ താളബോധം എല്ലാം വളരെയധികം എന്നിൽ ഉൾപ്പെടുത്തുന്നു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മാർഗിയിൽ വന്നത്, മാർഗി അപ്പുക്കുട്ടൻ നായർ സാറ് കലാമണ്ഡലത്തിൽ പോയി സുബ്രഹ്മണ്യൻ്റെ ചൊല്ലിയാട്ടം കണ്ട് സാറിനത് വലിയ ഇഷ്ടമായി, വളരെയധികം ആഗ്രഹമായി. അങ്ങനെ അപ്പുക്കുട്ടൻ നായർ സാറാണ് മാർഗിയുടെ ആവശ്യപ്രകാരം സുബ്രഹ്മണ്യനെ ഇവിടെ കൊണ്ടുവന്നത്. സുബ്രഹ്മണ്യൻ മാർഗിയിൽ വന്നതിന് ശേഷം ആ സമയത്ത് അവസരങ്ങൾ കുറവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സീനിയർമാരൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് വളരെ അവസരങ്ങൾ കുറവായിരുന്നു. പിന്നീട് അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം സുബ്രഹ്മണ്യൻ മാർഗിയിലെ കളികൾക്ക് അത്യാവശ്യക്കാരനായി. സുബ്രഹ്മണ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചിട്ടപ്പെട്ട ഏത് വേഷമായാലും വളരെ ഭംഗിയായിട്ട് ചൊല്ലിയാട്ടവും വളരെ ഭംഗിയായിട്ട് അരങ്ങത്തും അവതരിപ്പിക്കാൻ മിടുക്കനായ കലാകാരനാണ്. ധീരോദാത്തത്തിൻ്റെ പരിപാടികളെക്കുറിച്ചുള്ള ആലോചന തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നത്, ഇത് കേവലം ഒരു സാധാരണ ആദരണ പരിപാടിയായി അവസാനിക്കരുത് എന്നുള്ളതാണ്. അതിന് കാരണം ഒരു കലാകാരനെ രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളുടെ രേഖപ്പെടുത്തലിലൂടെ ആകണം എന്ന നിർബന്ധം ഇതിൻ്റെ സംഘാടക സമിതിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ 8 മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വേഷങ്ങൾ അവതരിപ്പിക്കുന്ന കഥകളി, അതിനോടൊപ്പം തന്നെ ആസ്വാദകർക്ക് അത് കൂടുതൽ അനുഭവവേദ്യമാകും തരത്തിൽ അതാതും ദിവസം നടക്കുന്ന കഥകളിയെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള പരിപാടികൾ, അതിൻ്റെ ചൊല്ലിയാട്ടങ്ങൾ, അതിൻ്റെ വിവരണങ്ങൾ, അതോടൊപ്പം കേരളത്തിലെ പ്രസിദ്ധരായ കഥകളി കലാകാരന്മാരും അതുപോലെ തന്നെ കഥകളി പണ്ഡിതരും അടങ്ങുന്ന വളരെ വിശദവും ആഴമേറിയതുമായ ചർച്ചകളും കൂടി ഉൾപ്പെടുത്തിയാണ് ധീരോദാത്തം എന്ന ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. കഥകളി ധീരോദാത്തത്തിലൂടെ അങ്ങ് വിവിധ കഥാപാത്രങ്ങളെ, അങ്ങ് അവതരിപ്പിച്ച വിവിധ കഥാപാത്രങ്ങളെ അങ്ങ് അരങ്ങിൽ കൊണ്ടുവരുന്നു. ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ ഇപ്പോൾ മുമ്പത്തെക്കാൾ ക്ഷേത്രങ്ങളിൽ കഥകളിയുടെ ആ ഒരു അരങ്ങ് കിട്ടുന്നുണ്ടോ, അരങ്ങ് കുറയുന്നുണ്ടോ? എന്താണ് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ചില അമ്പലങ്ങളിലെങ്കിലും നിർബന്ധമാണ് കഥകളി വേണം എന്നുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കഥകളി നടക്കുന്ന ക്ഷേത്രങ്ങളിലുപരി ക്ലബ്ബുകളിലാണ്. ഓരോ പ്രധാന ജംഗ്ഷനുകളിലും കഥകളി പരിപോഷിക്കാനും അതിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും ക്ലബ്ബുകളുണ്ട്. അവിടെയാണ് കൂടുതലും കഥകളി നടക്കുന്നത്. ക്ഷേത്രങ്ങളിലും വിരളമായി ഒന്നും വരെ ആയിട്ടില്ല, പക്ഷേ ചില ക്ഷേത്രങ്ങൾ നിർബന്ധമായിട്ടും വേണം എന്ന് തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വേഷങ്ങളെല്ലാം കെട്ടുന്ന ആളാണ്. പക്ഷേ ധീരോദാത്തത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരുടെ കേരളത്തിൽ അങ്ങോളം ആൾക്കാരാണ്
ക്യാമറകളുണ്ട്. അപ്പം നമുക്ക് ഒരു ചെറുതായെങ്കിലും നമുക്കൊരു പേടിയോ അല്ലെങ്കിൽ അതിൻ്റേതായുള്ള ഒരു സംഗതിയോ ഉണ്ടാവും ഏത് കഥാപാത്രത്തിനും. അപ്പോൾ തീർച്ചയായിട്ടും 40 വർഷത്തെ കഥകളി സബരിയാണ് അങ്ങ് ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങയുടെ ധീരോദാത്തത്തിനും അതുപോലെ മാർഗിയിലെ അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കും അർജുനയിലെ അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാം എല്ലാ ആശംസകളും നേരുകയാണ്. തുടർന്നും അങ്ങയുടെ ഈ കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ പോകട്ടെ. കഥകളിക്ക് തീർച്ചയായും കൂടുതൽ ആരാധകരുണ്ടാകട്ടെ എന്ന് വ്യക്തിപരമായി ഞാനും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വളരെയധികം നന്ദി.